നമസ്കാരം. 2025 ഏപ്രിൽ 14 വിഷുസംക്രമം. ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രതിഭാസം അരങ്ങേറാൻ പോവുകയാണ്. ഏറ്റവും ഭാഗ്യദായകമായ സമയം ആരംഭിക്കുവാൻ പോവുകയാണ്. മേടം 1 മുതൽ സൂര്യൻ്റെ പരിക്രമണം ഓരോ രാശിക്കാരെയും വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് വിഷുസംക്രമത്തോടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ്. ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങൾക്കൊക്കെയും ഒരു അറുതി വരാൻ പോവുകയാണ്. ഇന്നലെ മാർച്ച് 29 ശേഷം തന്നെ വളരെയധികം മാറ്റത്തിനുള്ള തുടക്കങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മാർച്ച് മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൃശ്യമാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട. കടങ്ങളൊക്കെയും വീട്ടാനായി സാധിക്കുന്നതാണ്. സമ്പത്ത് കയ്യിലേക്ക് വരുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള ഏപ്രിൽ 14 വിഷുസംക്രമണം നടക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ, രാജയോഗ തുല്യമായ ജീവിതം എന്നിവയൊക്കെ നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. സ്വപ്നത്തിൽ കണ്ട അല്ലെങ്കിൽ നനച്ചത് അല്ലെങ്കിൽ കൊതിച്ചത് വിധിച്ചത് ഇതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ആ ഒരു സമയത്തിലേക്കാണ് വിഷുസംക്രമം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. രാജയോഗ തുല്യമായ ഫലങ്ങൾ ലഭിക്കുമെന്നതിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യകതയില്ല. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അവസാനിക്കും. വിവാഹം വൈകിയിരുന്ന ആളുകൾക്ക് വിവാഹ യോഗം തെളിയുന്നതാണ്. ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യങ്ങൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും. ഒരു തവണയെങ്കിലും നല്ലൊരു തുക ലോട്ടറിയായി അടിച്ചു കിട്ടണമെന്ന്. ചിലപ്പോൾ എടുക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പലർക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴും ഒന്ന് എടുക്കാനുള്ള ഒരു ചിന്ത വരാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മഹാഭാഗ്യത്തിൻ്റെതായ ആ ഒരു രീതിയിൽ പറയേണ്ടതാണ്. രാജയോഗ തുല്യമായ സമയങ്ങൾ വരുമ്പോഴാണ് വലിയ വലിയ തുകകൾ ലോട്ടറി ആയിട്ടും അല്ലെങ്കിൽ ലോണൊക്കെ സാങ്ഷൻ ആവുന്നത്. കിട്ടില്ല എന്ന് എല്ലാവരും എഴുതിയ ചില ധനങ്ങളൊക്കെ കയ്യിലേക്ക് കിട്ടുന്നത്, വലിയ വലിയ ഭാഗ്യങ്ങൾ തേടിയെത്തുന്നത്, ഇതിൻ്റെയൊക്കെ ആധാരം ഭാഗ്യം തന്നെയാണ്. ഇവിടെ ഭാഗ്യം അനുഭവത്തിൽ വരാൻ പോവുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ, ഭഗവാൻ ദേവാദിദേവൻ മഹാദേവൻ്റെ ഒക്കെയും അനുഗ്രഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മാർച്ച് 29 ശേഷമുള്ള സമയം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്കുള്ള തുടക്കമായിരിക്കും. തുടർന്നുള്ള 7 ദിവസത്തിന് ശേഷം അത് ഓരോരോ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. വിവാഹം വൈകിയിരുന്നവർക്ക് ആ വിവാഹത്തിന് തടസ്സം, അത് ചില വ്യക്തികൾ നിമിത്തം പരദൂഷണങ്ങൾ ഏഷണി പറഞ്ഞു കൊടുത്തുണ്ടാക്കിയ തടസ്സങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഏത് വിധേനയുള്ള തടസ്സങ്ങളും മാറും. ശത്രുദോഷങ്ങൾ ഒഴിയും. ശത്രുക്കൾ ഒളിഞ്ഞും തിരിഞ്ഞും മറഞ്ഞും ഒക്കെ നിന്ന് ശത്രുതയോട് ആര് പെരുമാറിയാലും അതൊക്കെ നിഷ്ഫലമായി പോകും. നിങ്ങളാൽ ഒന്നും ചെയ്യേണ്ട, അതൊക്കെ ഇല്ലാതായി പോകും. അവർക്ക് തന്നെ എന്തിനാണ് നിങ്ങളോട് ശത്രുത മനസ്സിലുണ്ടാക്കിയതെന്നൊരു തോന്നൽ വരിക. അവർ തന്നെ മാറി മറിഞ്ഞ് അവരുടേതായ വഴിക്ക് പോയിക്കൊള്ളും. ശത്രുക്കൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കും കൂടിയാണ് നിങ്ങൾ എത്താനായി പോകുന്നത്. ജോലിയിൽ നേട്ടമുണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് ഉത്തമ ജോലി ലഭിക്കും. ഉത്തമ ദാമ്പത്യം ഉണ്ടാകും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ അകലും. സന്താന ഭാഗ്യമില്ലാതെ ഒരു കുഞ്ഞിന് വേണ്ടി വിഷമിക്കുന്ന ആളുകൾക്ക് ആ ഒരു സന്താന ഭാഗ്യം കൂടി എത്തുകയാണ്. അപ്പോൾ വളരെ വലിയ ഭാഗ്യത്തിനുള്ള ഒരു താക്കോൽ തുറന്ന് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ മാർച്ച് 29 ശേഷമുള്ള സമയം. ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിഫലനം ചെലുത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. എല്ലാവിധ വിഷമങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് നാളത്തെ പല പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒരുപാട് നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ കൊതിച്ചിരുന്ന പല കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന ഒരു സമയത്തിനോടാണ് ഈ ഏപ്രിൽ 14 മേടവിഷുവിൽ നിങ്ങൾ എത്താനായി പോകുന്നത്, അല്ലെങ്കിൽ വിഷു സംക്രമണത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ കഴിവതും പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക. പ്രാർത്ഥന മാത്രമാണ് ഇന്നത്തെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലത്ത് ഈ ശാശ്വതമായ ഒരു മനസ്സിന് സമാധാനം തരുന്നതും അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞ ശാശ്വത ഒരു പരിഹാരം എന്ന് പറയുന്നത്. അല്ലാതെ ആരോടും ചെന്ന് പറഞ്ഞോ ഒരാൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കും സാധ്യമാകുകയില്ല. ഭഗവാന് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. വളരെ മനമറിഞ്ഞ് അകമറിഞ്ഞ് പ്രാർത്ഥിക്കുക. നേർച്ചകൾ കാഴ്ചകൾ വെച്ച് ഭഗവാനെ വിളിക്കാവുന്ന അത്രത്തോളം വിളിച്ച് പ്രാർത്ഥിക്കുക. അതുമാത്രമാണ് ഏറ്റവും വലിയ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇവിടെ ഈ മേടവിഷു വരികയാണ്. അപ്പോൾ വിഷു സംക്രമം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രാജയോഗ തുല്യമായ ജീവിതത്തെ നൽകാൻ പോകുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരമാണ്. ഈ 3 നാളുകാർക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഉത്തമമായ സമയമാണ് വന്നെത്താൻ പോകുന്നത്.
വിഷുവിന് ശേഷമുള്ള ഒരു സമയം ധനാഭിവൃദ്ധി ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുത്തു പറയേണ്ട, ധനം കൊണ്ട് നേടാൻ കഴിയുന്നതൊക്കെയും നിങ്ങൾ നേടിയിരിക്കും. എഴുതി വെച്ചുകൊള്ളൂ യുവാക്കൾ. ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് മാറാൻ പോവുകയാണ്. എല്ലാ ദുരിതങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾ കരകയറാൻ പോകുന്ന സമയമാണ് വിഷു സംക്രമണത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. അല്പം പണച്ചിലവ് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എന്തെന്ന്, ഒരുപാട് നാളത്തെ ആ ഒരു ദാരിദ്ര്യ ദുഃഖത്തിന് ശേഷം കയ്യിലേക്ക് കുറച്ച് പണം വരുമ്പോൾ പലതും വാങ്ങിക്കണമെന്നുള്ള ചിന്ത മനുഷ്യനാണ് വന്നു പോകുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നു, വാങ്ങിക്കുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അപ്പോഴും നമ്മൾ നാളത്തേക്ക് എന്താണ് നമ്മളാൽ ചെയ്തു വെക്കാൻ സാധിക്കുക എന്നതുകൂടി അറിഞ്ഞിട്ട് വേണം പണം കൂടുതലായി ചിലവാക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആലോചിക്കേണ്ട സമയം കൂടിയാണ്. പുതിയ ചിന്തകളും അതേപോലെ തന്നെ പുതിയ ആശയങ്ങളും ഒക്കെ മനസ്സിൽ ഉദിക്കുന്ന സമയമാണ്. പുതിയ പുതിയ പല മാർഗങ്ങളിലൂടെ ധനം സംഭരിക്കാം അല്ലെങ്കിൽ ധനം നേടാം എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നതാണ്. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു മഹാഭാഗ്യം വരുന്നത്. പുതിയ ജോലികളൊക്കെ ലഭിക്കാൻ, അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അല്ലെങ്കിൽ മുന്നേ ഒരുപാട് നാളിന് മുമ്പ് പഠിച്ചിറങ്ങി ഇപ്പോഴും ജോലി കിട്ടാതെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ജോലി കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജോലി കർമ്മമേഖല നേട്ട സമയമാണ് എത്തുന്നത്. ഒരു പുതുഗൃഹം സ്വന്തമാക്കാനും സാമ്പത്തിക വളരെ ഉയർച്ച ഉണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ വിഷുവോടുകൂടി സാധിക്കുന്നതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും വിഷു സംക്രമത്തോടെ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വളരെ വലിയ വർധനവുണ്ടാകുന്നതാണ്. പ്രശസ്തി തേടിയെത്തുന്നതാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങും എത്താൻ കഴിയാതെ പോയ ആളുകൾക്ക് ഇനി പ്രശസ്തിയും നേട്ടവും പല കാര്യങ്ങൾ സംഭാവന ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്, ധനവരവുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായ ആളുകൾ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ ഏപ്രിൽ 14 ശേഷമുള്ള സമയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിദേശ ഭാഗ്യം തെളിയുന്നതാണ്. ആശിച്ച ഒരു സ്വന്തമായ അല്പം ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ പണിയാനോ ഒക്കെ ഉള്ള അനുകൂലമായ സമയം കൂടി വരുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സം മാറി ഉത്തമ വിവാഹം നടക്കുന്ന യോഗം തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിച്ച ഉത്തമമായ പല കാര്യങ്ങളും ഈ ഒരു വേളയിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഒന്നിനു പിറകെ ഒന്നായി വന്നെത്തുന്ന ഭാഗ്യാനുഭവങ്ങൾ വളരെ വലിയ തോതിൽ നിങ്ങളുടെ മനസ്സിനെ വരെ മതിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ഭാഗ്യാനുഭവത്തെ കണ്ട് അത്ഭുതം തോന്നും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുമില്ല. ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല യാത്രകളും, വിദേശയാത്രയും സ്വദേശത്തുമാകാം, ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കും. ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന ആളെ ഒന്ന് പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഒരുപാട് നാളിന് ശേഷം ചില കോണ്ടാക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടു ഫ്രണ്ട്സുമായിട്ടുള്ളത്, അതുപോലെ അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും ഒരു അതായത് ഒരു പരിചയം പുതുക്കൽ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത, കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളാണ് ഈ വിഷു സംക്രമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തോടെ ശത്രുശല്യങ്ങളൊക്കെയും മാറുന്നതാണ്. ശത്രുദോഷം നിമിത്തം ഒരുപാട് വലഞ്ഞിട്ടുള്ളത് വിളിച്ചുചൊല്ലി പ്രാർത്ഥന, പ്രാക്ക്, കണ്ണീർ, കമ്പേർ എന്നൊക്കെ രീതിയിൽ പല കാര്യത്തിന്, അതായത് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങി പോകുമ്പോൾ ദുശകുനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുഭമെന്ന് തോന്നാത്ത പല കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച കണ്ട് മറ്റുള്ളവർ, നമ്മൾ പറയാറുണ്ടല്ലോ, പല രീതിയിൽ ഒളിഞ്ഞും തിരിഞ്ഞും ഒക്കെ നമ്മൾക്ക് നേർ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഇവിടെ വിഷു സംക്രമം നിമിത്തം മാറുകയാണ്. 12 രാശിക്കാരിലും ഏറ്റവും ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് തന്നെയാണ്. എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന സമയമാണ്. സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടുണ്ട്, അതൊക്കെ ഒഴിയാൻ പോവുകയാണ്. കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചതാണ്. ഇനി ആശിച്ച ജീവിതമാണ് നിങ്ങളുടെ മുൻപിൽ തെളിയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയാണ് മേടസംക്രമണം നിമിത്തം. വിഷുവിന് ശേഷമുള്ള ആ ഒരു സമയം എല്ലാം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തല ഉയർത്തി നിൽക്കാനായി സാധിക്കുന്നതാണ്. പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറയാൻ പോവുകയാണ്. ആഗ്രഹങ്ങളൊക്കെയും നേടിയെടുക്കാനായി നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഒരു ഇച്ഛാശക്തി, എന്ത് കാര്യം ഇച്ഛിച്ചതൊക്കെയും ശക്തി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ജോലി ഇല്ലാത്ത ആളുകൾക്ക് പുതുജോലി ലഭിക്കുന്നുണ്ട്. വാഹനം വേണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. സ്വന്തമായി പലർക്കും വാഹനമുണ്ട്, എനിക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ച നിങ്ങൾക്ക് ആശിച്ച പോലെ സ്വത്തുവകകൾ വരികയും സ്വന്തമായി ഒരു വാഹന ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തതാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുമാണ് ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഏപ്രിൽ 14 ശേഷമുള്ള മേടവിഷു നിങ്ങൾക്കായി ഒരുക്കുന്നത്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും
വിഷുസംക്രമം വളരെയധികം ഭാഗ്യമാണ് നൽകുന്നത്. കഷ്ടപ്പാടുകളും അലച്ചിലുകളും തീരുകയാണ്. അതേപോലെ തന്നെ വേണ്ട പലവിധ സഹായങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ ഒരു മുന്നേയുള്ള സമയങ്ങളിൽ ജോലിക്കായിട്ട് പലരുടെയും കാല് പിടിച്ച് അതൊന്നും നടന്നിട്ടില്ല. ഒരു ഗവൺമെൻറ്റിൽ നിന്ന് പോലും ലോൺ പാസ്സാവാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായി. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പാതി വഴിയിലായിപ്പോയൊരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ അലച്ചിലുകളും വലച്ചിലുകളും മാറുകയാണ്. ജീവിതത്തിൽ വലിയ ചില നേട്ടങ്ങൾ ഉടൻ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സമയത്ത് പിതൃക്കളുടെ അനുഗ്രഹം കൂടി നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യവും സകലവിധ സുഖാനുഭവങ്ങളും സന്തോഷവും വന്നു ചേരുന്ന സമയമാണ് ഏപ്രിൽ 14 ശേഷമുള്ള ആ ഒരു സമയം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നേട്ടവും ഭാഗ്യവുമാണ് മേടവിഷു കൊണ്ടുവരുന്നത്. ഈ വിഷു സംക്രമം ഏറ്റവും ഭാഗ്യം നൽകുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.